നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അബുദാബിയിൽ നിന്ന് കേരളത്തിലെ 2 വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇത്തിഹാദ് എയർവേസ്. കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ 2 വിമാനത്താവളങ്ങളിലേക്ക് ജനുവരി മുതൽ സർവീസ് പുനരാരംഭിക്കുന്നതാണ്. എയർക്രാഫ്റ്റ് എയർബസ് 320 വിമാനമാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. ജനുവരി 1 മുതൽ പ്രതിദിനം ഓരോ സർവീസുകളാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 2:40 അബുദാബിയിൽ നിന്ന് വിമാനം പുറപ്പെടും. രാത്രി 7:55 വിമാനം കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. സമയത്തിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. 8 ബിസിനസ് ക്ലാസ് അതുപോലെ 157 എക്കണോമി സീറ്റുകളാണ് ഈ വിമാനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. രാത്രി 9:30 കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന വിമാനം അർദ്ധരാത്രി കഴിഞ്ഞ് 1:05 അബുദാബിയിൽ എത്തും. എയർക്രാഫ്റ്റ് എയർബസ് 321 തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തുകയെന്ന് ഇത്തിഹാദ് എയർവേസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പുലർച്ചെ 3:20 എടുക്കുന്ന മറ്റൊരു വിമാനം രാവിലെ 9 തിരുവനന്തപുരത്തെത്തും. രാവിലെ 10:05 തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്ന വിമാനം ഉച്ചയ്ക്ക് 12:05 ആയിരിക്കും അബുദാബിയിൽ എത്തുക. 7 കിലോ മുതൽ 35 കിലോ വരെ ലഗേജ് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. 7 കിലോ ഹാൻഡ് ബാഗേജ് മാത്രമായും അതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിവിധ നിരക്കുകളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ദുബായ് അൽവാസിൽ സെന്ററിലെ ഷെയ്ഖ് സായിദ് റോഡിൽ നിന്നും തിരിച്ചും സൗജന്യമായി ബസ് സർവീസും പുതിയ സർവീസുകൾക്കായി ഇത്തിഹാദ് ഒരുക്കിയിട്ടുണ്ട്. സീറ്റ് ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ബുക്ക് ചെയ്യാത്തവർക്ക് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ ബസ്സിൽ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. സീറ്റ് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതല്ല. സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഇത്തിഹാദ് കൊച്ചി വിമാനത്താവളത്തിലേക്ക് നിലവിൽ 3 സർവീസുകൾ നടത്തുന്നുണ്ട്. ഇതോടെ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലേക്ക് സർവീസുകൾ ഇത്തിഹാദ് നടത്തുന്നുണ്ട്. അബുദാബിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ എ നവംബർ 1 പ്രവർത്തനം ആരംഭിച്ചത്. ടെർമിനൽ എയിൽ നിന്ന് പൂർണ്ണമായും സർവീസ് നടത്തുന്ന വിമാന കമ്പനികളുടെ എണ്ണം 28 ആയിട്ടുണ്ട്. വിമാന കമ്പനികളുടെ മാറ്റം പൂർത്തിയായതോടെ അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രധാന ടെർമിനലായി ടെർമിനൽ എ മാറിക്കഴിഞ്ഞു. ഒരേ സമയം 79 വിമാനങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ടെർമിനൽ മുഖേന പ്രതിവർഷം 4.5 കോടി യാത്രക്കാർക്ക് വന്നുപോകാൻ സാധിക്കുന്നതാണ്. നവംബറിലെ ആദ്യ ആഴ്ച കൊണ്ട് 1557 വിമാനങ്ങളാണ് ഈ വിമാനത്താവളം വഴി സാര വിസ നടത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.